അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള നടപടിയാണ് ഇർഫാൻ്റേത്. അത് മുംതാസ് ശരിക്കും നോക്കിക്കണ്ടു. ടൂറിനിടയിൽ എല്ലാവരും അതാ കളിച്ച് ചിരിച്ച് ഉല്ലസിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴൊക്കെ ഇർഫാൻ തികച്ചും വേറിട്ട ഒരു അവസ്ഥയിൽ അവൻ അതിനുവേണ്ടി കറക്റ്റ് രീതിയിൽ നിസ്കാരമെല്ലാം നിർവഹിക്കുന്നു. മാത്രമല്ല കൂടുതലായി എല്ലാവരെയും പോലെ അങ്ങനെ ചാടിക്കളിക്കുന്നും ഒന്നുമില്ല. കുറച്ച് സൈലൻ്റായ നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിരുന്നു ഇർഫാന്. മുംതാസിന് ശരിക്കും അത്ഭുതം തോന്നി. കാരണം ഇത്രയധികം ഹാപ്പിനെസ്സായി എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ മാത്രം, അതും വിവാഹം കഴിക്കാത്ത ഒരു പയ്യൻ അങ്ങനെ നടക്കുന്നത് ശരിക്കും മുംതാസിൻ്റെ മനസ്സിൽ അത്ഭുതം പകർത്തി. അവൾ അത് അഭിമാനം കൊണ്ടു. ആ ഒരു കാര്യത്തിൽ പഠിച്ചോനെ, എല്ലാവരും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരാളെ ഞാൻ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ അല്ലേ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, എൻജോയ്മെൻറ്റ് ചെയ്യുന്നു. അവരുടെ ടൂർ യാത്ര അങ്ങനെ നീണ്ടുപോകുന്നു. എന്നാൽ ഇർഫാന് മുംതാസിനെ കുറിച്ചും വല്ലാത്തൊരു മതിപ്പുണ്ടായിരുന്നു. പാവം, നല്ലൊരു ഇത്താത്ത എന്നുള്ള രീതിയിൽ. ഈ സമയം അതാ ഷമ്മാസിൻ്റെ വീട്ടിൽ സൗദക്ക് പാസ്പോർട്ടിനുള്ള ഡേറ്റ് കിട്ടി. പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി പോകുമ്പോഴും ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചോനെ, ഓല് പാസ്പോർട്ടൊക്കെ എടുത്ത് വേണ്ട കയറി കിട്ടട്ടെ, അതിൻ്റെ ഇടയിൽ ഒന്നണ്ട് ഗർഭിണിയായി കിട്ടിയാൽ അത്രക്കും സമാധാനമായി. എന്നാൽ പിന്നെ ഒരു ഉറപ്പായിരുന്നു. ഉമ്മ അതാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. റജിനത്ത അതാ വിളിക്കുന്നു ഉമ്മാക്ക്. താത്താ. ആ റജിയെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, എന്തൊക്കെ വർത്താനം? സുഖം അൽഹംദുലില്ലാ. അല്ലേ, താത്ത ഇങ്ങനെ പറയണ കേട്ടോ, എന്താ പാസ്പോർട്ട് എടുക്കാൻ പോവണമെന്നൊക്കെ. ആടി, പാസ്പോർട്ട് എടുക്കാൻ പോവന്നെയാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. എനിക്കടിയൊട്ടെ ബേജാറും ടെൻഷനും. താത്ത, എനിക്കും തോന്നിയിക്കണ്. അല്ല, മറ്റുള്ള ഡൈവേഴ്സ് ഇപ്പോഴും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത്? ഞാൻ ഓനോട് പറഞ്ഞു. അതിൽ ഓന് ആ അമ്മ എന്നൊക്കെ പറഞ്ഞീന്. പിന്നെ ഇപ്പം അതിനെക്കുറിച്ച് താത്ത വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ. ഏത് നിമിഷം ഓളുണ്ട് കയറി വരും. ആ, ഓള് ഞങ്ങളുടെ കയറി വരികയെന്ന് വെച്ചാൽ എന്താ, മറ്റുള്ളവരൊപ്പം ജീവിച്ച് കണ്ട് ഓളുണ്ട് കയറി എങ്ങനെ വരല്? ഓളോളെ മട്ടം പോലെ ഓളെ ഇഷ്ടം പോലെ ഉണ്ട് ജീവിക്കട്ടെ. അൽഹംദുലില്ലാ ഇപ്പം റാഹത്താണ്. സൗദിയൊക്കെ ഉണ്ടായതുകൊണ്ടേ നുസൈബാക്കും സുഖമാണ്. കാരണം ഓൾക്ക് രാവിലെ പോകുമ്പോൾ ഒരു ബേജാറും ആയിരുന്നു. ഇനിയിപ്പോൾ എക്സാം കാര്യങ്ങൾ അത് ഒന്നും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓൾക്കും ലീവാണ്. അല്ല താത്ത, പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയില്ലേ, മുംതാസ് ഒരു 2-3 ദിവസം ഇവിടെ വന്ന് നിന്നോട്ടെ. നമ്മളിപ്പോൾ നമ്മളൊരു മര്യാദക്ക് അങ്ങനെ, അതല്ല അതിൻ്റെ ഒരു ഇത്. നമ്മളിപ്പോൾ എടി, എൻ്റെ മനസ്സിലായി ഇല്ലായിട്ടല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാലേ, ഇനിയിപ്പോൾ ഓൻക്ക് നവാസ് കുറേ ഇടങ്ങാറായതല്ലേ, ഇപ്പോഴല്ലേ ഓനക്കൊരു സുഖജീവിതം കിട്ടിയത്. എല്ലാം കൊണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിടിച്ച് ഓളെ 2 ദിവസം പാർക്കാനൊക്കെ പറഞ്ഞേക്കറുമ്പോൾ ഓൻ്റെ മനസ്സിക്കൊരു വേദന ഉണ്ടാവുമോ എന്നാണ്. ഏതായാലും ഓല് പാസ്പോർട്ടൊക്കെ എടുക്കണോ, ഓൾക്ക് ദുബായി പോകണമെന്നോ മക്കത്ത് പോകണമെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇക്കൊല്ലത്തെ ഹജ്ജിന് എനിക്കറിയില്ല ഏതൊക്കെയോ ഉംറക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ കിട്ടുകയാണെങ്കിലൊക്കെ ഓൾക്ക് പോവാലോ. ഓൾക്ക് ഇപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ഓൾക്ക് വിസയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ പോരെ, മറ്റുള്ളവർക്ക് ടിക്കറ്റ് എടുത്താൽ പോരെ, ഓൾക്കൊക്കെ വിസ ഉള്ളതല്ലേ. ആ, എന്തായാലും വേണ്ടിയില്ല താത്ത. എന്നാൽ പിന്നെ 2 ദിവസമുള്ള പാർക്കാൻ വന്നോട്ടെ. നിങ്ങൾ നവാസിനോട് കാര്യമൊന്ന് പറഞ്ഞാളേ. അല്ലേ, കല്യാണം കഴിഞ്ഞ് പോയ ഒരു 4 ദിവസമെങ്കിലും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല പുതിയാപ്പിളാരെ വിട്ട് നിൽക്കണതൊക്കെ. ആ, എന്തായാലും നാളെയാണ്. ഏതായാലും പാസ്പോർട്ട് എടുത്ത് വന്നിട്ട് അങ്ങനെ ആക്കല്ലേ. പിറ്റേ ദിവസം അതാ പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി പോകുവാൻ വേണ്ടി രാവിലെ തന്നെ ഒരുങ്ങി. സമയം കിട്ടിയത് 12:10 സൗദ, നവാസ് വിളിക്കുന്നു. ആ, എന്തൊക്കെ? അതെ, നാളെ 12:10 നമുക്ക് അകത്തേക്ക് കയറേണ്ട ടൈമാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അങ്ങനെയാണ്. അങ്ങനെയാണോ? ഇൻഷാ അല്ലാ. ഇക്ക, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഞാനൊക്കെ അതെങ്ങനെയാണ് അപ്പോൾ 12:10 നമ്മളുടെ എടുക്കുക? അങ്ങനെയല്ല, നമ്മൾ പാസ്പോർട്ടിന് നമുക്കൊരു ടൈം തരുമല്ലോ, ആ ഒരു ടൈമിന് വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോക്കൺ അനുസരിച്ച് നമുക്കൊരു നമ്പർ കാര്യങ്ങളുണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതൊക്കെ തന്നെയാണ്. പിന്നെ അഡ്രസ്സിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ
ശരിയാക്കുക, നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ അല്ലാതെ വേറെ ഇക്ക എനിക്ക് ആദ്യമായിട്ട് എന്ത് പെണ്ണെ പേടിക്കേണ്ട ആവശ്യം? ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പാസ്പോർട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ എത്ര സിമ്പിളായ കേസാണ് പെണ്ണെ. ആ ഡേറ്റ് അവർ തരും, നമ്മൾ ആ നമുക്ക് ആ ഒരു ടൈം നമ്മളെ നമ്പർ അവർ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു നമ്പർ അനുസരിച്ച് നമ്മളിങ്ങനെ പോവുക. ഓരോ 1-2 സെക്ഷന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫസ്റ്റ് ടൈം നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് റെഡിയാക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ മറ്റേ പ്ലേസ് കാര്യങ്ങൾ എങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് പിന്നെ നമ്മളുടെ ആ ഒരു നമ്പറിനനുസരിച്ച് അവിടെ ഇങ്ങനെ തെളിഞ്ഞ് കാണും. ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ചെല്ലുക. അപ്പോൾ പിന്നെ എന്താവും, ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് എന്താ പിന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മുകളിലത്തെ സെക്ഷനിലേക്ക് വിട്ടിട്ട് അവിടെ നെക്സ്റ്റ്, അതായത് നമ്മുടെ രേഖകൾ പരിശോധിക്കാനുണ്ടാവും. രേഖകൾ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പാസ്പോർട്ടിന് വേണ്ടി എന്ത് രേഖയാണ് കൊടുത്തത്, SLC ബുക്ക്, ആധാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യും. അവിടെ നിന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ C സെക്ഷനിലേക്ക് പോവുക. അവിടെയും തന്നെ കൺഫേം ഓക്കെ. മറ്റേത് B സെക്ഷനിൽ പോയിട്ട് ഓക്കെ ആയിട്ട് Cക്ക് വിളിക്കും. അവിടെ പോയിട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇതേ ഉള്ളൂ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു എൻക്വയറിക്ക് പോലീസ് വരും. അല്ല, പോലീസോ? എന്താ പെണ്ണെ, പോലീസ് നിനക്ക് പേടിയാണോ? അല്ലേ, എനിക്ക് പോലീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് വരുന്നത്? നീ എന്താ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്നാലും അതൊരു നല്ല സാധു പോലീസായിരിക്കും. അവർ നമ്മുടെ ഇന്ന ആളുടെ എൻക്വയറിക്കാണ് നമ്മൾ ഈ ഒരു ആൾ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ രേഖകൾ കാര്യങ്ങൾ അതൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. 2-3 ദിവസത്തിന് ശേഷം വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ SLC ബുക്ക്, നമ്മുടെ ആധാർ അതൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കുക. ഓക്കെ, 2 ദിവസത്തിനുള്ളിൽ ഇതാ പാസ്പോർട്ട് കയ്യിൽ കിട്ടും. അങ്ങനെ എൻ്റെ പെണ്ണിനെ, അങ്ങനെ എൻ്റെ സൗദ ബീവിക്ക് വിദേശത്തേക്കൊക്കെ പോകാനുള്ള സംഭവം റെഡിയായി എന്നർത്ഥം. ഇത് വെച്ച് നിനക്ക് എങ്ങോട്ടും കറങ്ങാം. എന്താ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. ഓ, അങ്ങനെയൊക്കെയല്ലേ, മാഷാല്ലാ. എനിക്ക് പാസ്പോർട്ട് എടുക്കാന്നൊക്കെ പറയുമ്പോഴേ ഞാൻ വിചാരിച്ചു വേറെന്തോ വലിയ സംഭവം. അല്ല പെണ്ണേ, അത് നിനക്ക് ആദ്യമായിട്ടായിട്ട് തോന്നുകയാണ്. ഓക്കെ, പിന്നെ ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടത് പുതുക്കുക. അന്ന് ഒരു പക്ഷേ ഞാനില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ സൗദ ബീവി അത് പുതുക്കണം കേട്ടോ പോയിട്ട്, ഇൻഷാ അല്ലാ. അല്ലോ, അങ്ങനെയൊന്നും പറയില്ലിക്ക. ഞാൻ മരിച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ മതി, അതെനിക്ക് ആഗ്രഹമുള്ളൂ. ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ തന്നെ ആയിരിക്കും. എനിക്കല്ല ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഇക്ക, നിങ്ങളങ്ങനെ പറയല്ലേ. അതായത് നിങ്ങൾ പോയാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത് ഇവിടെ? എൻ്റെ പെണ്ണെ, എന്നാലും അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും ദിവസം നീ സുഖസുന്ദരമായ ജീവിതം എനിക്ക് നീ സമ്മാനിച്ചു. ഞാൻ പഠിച്ച റബ്ബിനോട് ഒരുപാട് നന്ദി പറയാണ്. അൽഹംദുലില്ലാ അല്ലാ. ഞാൻ ഒരിക്കലും പെണ്ണെ വിചാരിച്ചിട്ടില്ല എനിക്കിനൊരു ജീവിതം, നല്ല ജീവിതം ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് അറിയില്ലായിരുന്നു. പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് നിന്നെ തന്നതും എനിക്ക് എൻ്റെ സന്തോഷ ജീവിതത്തിലേക്ക് ഞാൻ കടന്നതും. ഇക്ക, പിന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്തിനെ വിഷമിക്കണത്? അല്ലേ, നിങ്ങൾക്ക് ഇത്തേ കാണാത്തതിൽ സൗദ, നീ എന്തിനത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നത്? അല്ലിക്ക, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരിക്കലും എനിക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. എനിക്ക് എൻ്റെ ഇക്ക എന്താ പറയുന്നത് അതുപോലെ ഞാൻ നിൽക്കൂട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു ഭാഗത്തായിട്ട് ഇക്കയുടെ ഭാര്യയായിട്ട് അങ്ങനെ കഴിഞ്ഞോളാം. സൗദ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലിക്ക, ഇക്കാക്ക് വേണമെങ്കിൽ മക്കൾക്ക് വേണമെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. സൗദ, ദയവായി നീ ഒന്നും മിണ്ടാതിരിക്കോ. ഈ ഒരു സംസാരത്തിന് വേണമെങ്കിൽ എന്നോട് സംസാരിക്കണമെന്നില്ല നീ. ഇക്ക, അതല്ല, ഞാൻ ഒരാളെയും വിഷമിപ്പിക്കരുതല്ലോ. ഇക്കയുടെ മനസ്സിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ സാധിപ്പിച്ചെടുക്കണം. ഒരിക്കലും ഞാനതിന് ഒരു തടസ്സമാവില്ല ഇക്ക, സത്യമായിട്ടും. പാവം സൗദ, അവൾ അത്രക്കും താഴ്മയോടെയാണ് ജീവിക്കുന്നത്. ഒരാളുടെ മുമ്പിലും അഹങ്കരിക്കാതെ, ഒരിക്കൽ പോലും തനിക്ക് മാത്രമാണ് നവാസ്ക എന്ന് ചിന്തിക്കാതെ അത്രക്കും നല്ല രീതിയിൽ മാത്രമാണ് അവൾ ചിന്തിച്ചിരുന്നത്.
പെട്ടെന്ന് അതാ വാതിലിന് ഒരു മുട്ട് കേൾക്കുന്നു. മോനെ നവാസേ. അല്ല, ഉമ്മയാണല്ലോ. പെട്ടെന്ന് സൗദിയും നവാസും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ആ മോനെ, കിടക്കായിരുന്നോ? എന്നാൽ കിടന്നോളി, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലുമ്മ. എന്താ ഉമ്മ? എന്തേ മോളെ? പിന്നെ റജിനത്തെ വിളിച്ചീനേ. എന്തേ ഉമ്മ? അല്ല, റജിനത്തെ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ റജിനത്തെ പറഞ്ഞത് 2 ദിവസം മോളോടൊന്ന് പാർക്കാൻ ചെല്ലാൻ പറയാനേ അതിനായിരുന്നോ. അത് കേട്ടപ്പോൾ സൗദിയുടെ മുഖം വല്ലാതങ്ങ് വാടി. നവാസിൻ്റെയും. മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി കേട്ടോ. അല്ലേ, നമ്മൾ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വന്നു വെച്ചിട്ട് പോയി പോരാന്നൊക്കെ അല്ലാതെ ഓള് 2 ദിവസം വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ. മോനെ നവാസേ, എന്താ എൻ്റെ അഭിപ്രായം? ഉമ്മ, അത് കുഴപ്പമൊന്നുമില്ല, അവൾ പോയിക്കോട്ടെ, അതിനെന്താ. ശരിക്കും നവാസിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. മക്കൾ ഇഷ്ടം പോലെ ചെയ്തോരിട്ടോ, ഉമ്മ നിർബന്ധിക്കല്ല. പക്ഷെ ഓലങ്ങനെ നമ്മൾ കുറച്ച് കണ്ടറിയണ്ടേ. ഉമ്മ ആ കുട്ടികളെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കെട്ടിച്ച് വിട്ട് താത്താൻ്റെ ഇപ്പോൾ 2 ദിവസം നിൽക്കാൻ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ പൂതി. അല്ലേ ഒരു ഇങ്ങോട്ട് പോന്നോട്ടെ. ഉമ്മ, അവരൊക്കെ വരുമോ? അതിനെന്താ, നമ്മളെ വീട് പോലെ തന്നെ അല്ലേ, ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഉമ്മാനോടും കുട്ടികളോടും അങ്ങോട്ട് വരാൻ പറയും മോളെ. എന്നാൽ പിന്നെ 2-3 ദിവസം ഇവിടെ നിന്നോട്ടെ. വേണ്ടുമ്മ, ഓല് വരൂല. അതിനെന്താ, നമ്മളെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ അല്ലേ. എന്താ പൈമലൊക്കെ മടി. ഇവിടെ ആണെങ്കിൽ റൂമുണ്ട്, കാര്യമൊക്കെ ഉണ്ട്. റൂമില്ലായിട്ടൊന്നല്ലമ്മ, അത് ഞാൻ പറയാം. ശരിക്കും മുംതാസിനും വല്ലാത്തൊരു സങ്കടം പോലെ തോന്നി. നവാസിനെ വിട്ടിട്ട് എങ്ങനെ പോകണം എന്ന് കരുതിയിട്ട് അറിയില്ല. ഉമ്മ പറഞ്ഞു, മക്കളെ എങ്ങനെ ഇഷ്ടം പോലെ കാട്ടി, ഓളിനോട് അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റൂമിൽ നിന്ന് അതാ നവാസ് അവളോട്, സൗദാ, എന്തീക്ക, നീ പോകണമെങ്കിൽ പോയിക്കോട്ടോ. പിന്നെ ഇതുവരെ ഞാൻ ഒറ്റയ്ക്കല്ല നിന്നത്, കുറച്ച് ദിവസം അങ്ങനെ ശീലമായിക്കോട്ടെ. അല്ലോ ഇക്ക, എനിക്ക് അത് എന്താ പെണ്ണേ, നീ പോകുന്നില്ലേ? അതിനെന്താ, പോയിക്കോ, കുഴപ്പമില്ല. ഇവിടെ ഉമ്മ ഇവരെല്ലാവരും ഉള്ളതല്ലേ, പിന്നെന്താ. ഇക്ക, അങ്ങില്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല. അങ്ങനെയൊക്കെയായോ അപ്പോഴേക്കും? എന്താ അപ്പം ഇക്കാക്ക്? ഞാൻ പിന്നെ കുറേ അനുഭവിച്ചതല്ലടി, എനിക്ക് ആ വിഷയമൊന്നുമില്ല. നീ പോയിക്കോ, ഉമ്മയുടെയൊക്കെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് വാ. ഒരു 4 ദിവസം നിന്നോ. ഇക്ക, അപ്പോൾ നിങ്ങൾക്ക് വിഷമാവില്ലേ? എനിക്കൊരു വിഷമമില്ല, നീ ചെല്ലേ. നാളെ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ കൊണ്ടാക്കി തരട്ടോ. അപ്പോഴേക്കും വെങ്കൂറിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്ക് നീ ഇങ്ങ് എത്തിയാൽ മതി കേട്ടോ, അതല്ല നല്ലത്. സത്യം പറഞ്ഞാൽ മുംതാസിന് അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. നവാസ്കയെ വിട്ട് ഒരു ദിവസം പോലും തൻ്റെ വീട്ടിലായാലും നിൽക്കുവാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇക്ക കൂടി വന്നൂടെ? ഇക്ക, നമുക്ക് പോയി പോരാ, അതായിരിക്കും നല്ലത്. പെണ്ണെ, നിന്നെ ഒറ്റയ്ക്ക് ഒന്ന് വീട്ടിൽ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പെൺമക്കളെ കുറച്ച് ദിവസം വീട്ടിൽ നിർത്തുമ്പോഴേ അവർക്കൊരു സന്തോഷമല്ലേ. നീ ചെല്ലേ. പിന്നെ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കല്ല ഇവിടെ നിർത്തിയിട്ട്. ഇക്ക, എനിക്കിവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. സത്യമായിട്ടും എനിക്ക് വീട്ടിൽ പോകുന്നത് ഇഷ്ടമല്ല. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ, ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അവളതാ അടുക്കളയിലേക്ക് എത്തുന്നു. ഉമ്മ അവിടെ അടുപ്പത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ, എന്ത് പണി? ഞാൻ കുറച്ച് പഴം ഉണ്ടായിരുന്നേ, അതിങ്ങനെ പഴുത്ത് കേടുവെന്ന് തോന്നിയപ്പോഴേ ഒന്നാണ്ട് വാട്ടുക, കുറച്ച് നെയ്യൊക്കെ ഇട്ട് തേങ്ങ ചിരണ്ടിട്ട്. ഉമ്മ, ഞാൻ ചെയ്തോളാം. അല്ലടി, ഇത് എല്ലാവർക്കും കൂടെ ഉണ്ട്. ഷമ്മാസ് ഇന്നലെ വന്നപ്പോൾ കുറേ പഴം കൊണ്ട് നിൽക്കണ്, കുറേ പഴുത്തതുണ്ട്. അപ്പോൾ ഞാൻ ഇത് കേടെടുത്തണ്ട വിചാരിച്ചിട്ട്, അല്ലാതെ ആരും എടുത്തുന്നൂരല്ലോ. ചിലർക്ക് പച്ചപ്പഴം അങ്ങനെ കണ്ട് അച്ചൽക്കൂല എടുത്തുന്നു. ഇതിവിടെ എന്തേ ആർക്കെങ്കിലും പഴം പൊരിക്കണം എന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പഴം വാട്ടണം, പുഴുങ്ങാനും തിന്നൂല. ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കുക, എന്തെങ്കിലും ആർക്കെങ്കിലും ഇറങ്ങുള്ളൂ. അല്ലാതെ ഒരിക്കലും ആർക്കും ഇവിടെ ഇറങ്ങൂല. സാധനം വെറുതെ കേടെടുത്തണ്ടല്ലോ. പഴത്തിനാണിപ്പോൾ നല്ലോണം വിലയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ് കാട്ടിക്കാണ്. എല്ലാവരും തിന്നൂടി കുറച്ച് ചീച്ചങ്ങട്ട്. അല്ല സൗദ, മോള് പോകണ്ടോ? നാളെ അല്ലേ പാസ്പോർട്ടിൻ്റെ ദിവസം? മോള് വീട്ടിൽ പോകുന്നുണ്ടോ? 2 ദിവസം പോയി നിന്ന് പോരിട്ടാ. കാരണം എന്താണെന്നോ, നമ്മളമ്മമാരും ഉപ്പാരൊക്കെ അല്ലേ നമ്മളെ പോറ്റി വളർത്തിയത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിക്കാണ്ട് എന്നും പുതിയാപ്പിളിൻ്റെ അടുത്ത് തന്നെ നിന്നാലേ ഓൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാനും ഒന്നും എൻ്റെ കുട്ടി വന്ന് നിൽക്കണില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഈ സമയം സൗദ പറയുന്നത്, ഉമ്മ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ സൗദയുടെ വീട്ടിൽ അവളുടെ ഉപ്പ പിന്നെ നിക്കാഹ് കഴിഞ്ഞ് പോയതിനു ശേഷം വന്നിട്ടേ ഇല്ല.
സൗദയുടെ ഉമ്മാക്ക് വിഷമാണ് അതിൽ. ഒന്ന് വിളിച്ചാൽ പോലും കിട്ടൂല, ആ രീതിയിൽ എല്ലാം പടച്ച റബ്ബിൽ തവക്കലാക്കിയേക്കാണ്. എന്തൊക്കെയാണാവോ എന്നു മുതലാണ് അവിടെ സ്ഥിരാക്കിയത് അതൊന്നും ഓർമ്മയില്ല. കുട്ടികളുടെ അടുത്തൊക്കെ വരും, സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും. ആദ്യമൊക്കെ നല്ല സ്വഭാവവും കാര്യങ്ങളായിരുന്നു. പിന്നീട് അതൊരു അകൽച്ചയായി ഇങ്ങനെ തുടങ്ങി. അവിടെ കുറച്ച് ദൂരെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ പണിയാണ്, അവിടെ എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല, മാസത്തിലൊരിക്കലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും വിചാരിച്ചു, പഠിച്ചവനെ എനിക്ക് പെൺകുട്ടികളാണല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കുമ്പോൾ കൊടുക്കണ്ടേ, ഇവർക്ക് കൊടുക്കണമെങ്കിൽ എന്നും ഇവരിവിടെ കൂലിപ്പണി എടുത്താൽ ശരിയാവില്ലല്ലോ, കുറച്ച് വിട്ടുപോയി പൈസ ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് സമ്മതിച്ചു പോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് തീരെ വരാതായി തുടങ്ങി. പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. അദ്ദേഹം അവിടെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ അതിൽ കുഞ്ഞുങ്ങളുണ്ടെന്നോ എന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഹൃദയം പൊട്ടിപ്പോയി. കാരണം തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ പിതാവ് ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരിക്കുന്നു ഞാനും മക്കളും. പക്ഷെ വരുന്നില്ല. ഏറെ ദിവസം നീണ്ട് കഴിയുമ്പോൾ ആരോടേക്കോ ചോദിച്ചു നോക്കുമ്പോൾ പറയും അദ്ദേഹത്തിനവിടെ ഫാമിലി ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാതെ ശരിക്കും ഞെട്ടിപ്പോയതായിരുന്നു നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ പക്ഷേ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പെൺമക്കളല്ലേ, ഒന്നുമില്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയൊക്കെ ചെയ്താൽ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താ, എൻ്റെ കയ്യിൽ 5 പൈസയില്ല ഒന്നും ചെയ്യാൻ. പിന്നെ അയൽ വീടുകളിൽ പോയി പണി കിട്ടിയെങ്കിൽ ആയി. അങ്ങനെ അവർ തരുന്ന തുച്ഛമായ വരുമാനം, അതായിരുന്നു മക്കൾക്കുള്ള വരുമാന മാർഗം. അത് എന്നെക്കൊണ്ട് കഴിയാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം പിണങ്ങി നിന്നു. അപ്പോഴെല്ലാം അദ്ദേഹം ചോദിക്കുമായിരുന്നു, എടി ഈ എന്തിനാണ് പിണങ്ങി നിൽക്കുന്നത്? എനിക്കൊരു പറ്റിപ്പോയതാണ്, നീ ക്ഷമിക്കണം. ആ ഒരു പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടം വരും. പഠിച്ചവനെ, എന്നാലും എന്നെ മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് അപ്പോഴും ആ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അവൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ മക്കളെയും ഉപേക്ഷിക്കരുത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചിലവിനും കാര്യങ്ങൾക്കും തന്നാൽ മതി. മറ്റോളെ ഞാനൊരിക്കലും കുറ്റം പറയണില്ല, കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയപ്പോഴായിരിക്കും. നിങ്ങളെ ജോലി അവിടെ ആയപ്പോൾ നിങ്ങൾക്ക് വല്ലപ്പോഴും ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുതരുന്നത് അവളായിരിക്കും. അങ്ങനെ അങ്ങ് കല്യാണം കഴിച്ചതായിരിക്കും അല്ലേ? ആ ഉമ്മ ദയയോടെ അത് പറയുമ്പോൾ ഉപ്പ ഒന്നും മിണ്ടുന്നില്ല. സത്യം എന്താണെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. പലരും പലതും പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ യഥാർത്ഥ സത്യം ഇപ്പോഴും ഉപ്പ പറഞ്ഞിട്ടേയില്ല. ഇപ്പോഴാണെങ്കിൽ നിക്കാഹിന് വന്നിട്ട് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. പാവം ഉമ്മ വിഷമിക്കുന്നുണ്ടാവും. കാരണം ഉമ്മാക്ക് ഭർത്താവിനെ കാത്തിരിക്കുക വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും കാത്തിരിക്കുക. മോൾ കല്യാണം കഴിച്ചു പോയി, അവളെയും ഇനി പ്രതീക്ഷിക്കണ്ട. എന്നാലും മോളുടെ കാര്യത്തിൽ സമാധാനമുണ്ട്. റബ്ബേ, ഉമ്മയും ആ 3 പെൺമക്കളും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. വല്ലപ്പോഴും റജിനത്ത അങ്ങോട്ട് വരും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ തന്നെ. വീട്ടിലെ കാര്യങ്ങളെല്ലാം റജിനത്താക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഉമ്മയോടത് പറഞ്ഞത്. താത്ത, ഓള് 2 ദിവസം ഒന്ന് നിന്നോട്ടെ, എത്ര അല്ല ഓൾക്കൊരു പൂതി ഉണ്ടാവില്ലേ? അതിനനുസരിച്ചാണ് ഉമ്മ അവളോട് പറഞ്ഞതും. പക്ഷേ നവാസിനെ വിട്ടുപോകാൻ സൗദക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. വീട്ടിൽ ഉമ്മയുടെ സ്ഥിതിഗതികൾ ആലോചിച്ചപ്പോൾ അതിലേറെ സങ്കടവും. രണ്ടും കൽപ്പിച്ച് അവൾ അതിനൊരുങ്ങുന്നു. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് നേരെ തൻ്റെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നാളെയാണ് ആ ദിവസം. നാളെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ ഉമ്മ ഷമ്മാസിനോടും പറയുന്നുണ്ടായിരുന്നു, മോനെ ഒന്ന് ചെന്ന് കൊടുക്കണം കേട്ടോ, ഇക്കാക്ക് ശീലമായതല്ലോ ഉമ്മ എന്ന് പറഞ്ഞപ്പോഴും ഉമ്മ പറഞ്ഞു, മോനെ അത് വേണ്ടടാ, അങ്ങനത്തെ ജീവിതമല്ലേ, എൻ്റെ കുട്ടിയൊന്ന് ചെന്ന് കൊടുക്ക്. ആ ഉമ്മ ആയിക്കോട്ടെ, കുഴപ്പമില്ല, എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ആ ദിവസം നവാസും സൗദയും ഉറങ്ങുന്നു. ആ ഉറങ്ങാൻ നിൽക്കുന്നതിനിടയിൽ നവാസ് പറയുന്നു, സൗദ നാളെയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ്, അതായത് വിദേശയാത്രക്കൊക്കെയുള്ള ഫസ്റ്റ് രേഖ എടുക്കുവാൻ പോകുന്ന ആ ദിവസം. ഇൻഷാ അല്ലാ ആ ഒരു പാസ്പോർട്ട് കൊണ്ട് എൻ്റെ പെണ്ണിനെ ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവാസദ
സൗദയെ നെഞ്ചോട് ചേർക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.